ഹായ് ഹലോ വിഹാൻ വൈകിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ മോള് രാവിലെ എണീറ്റിരിപ്പുണ്ട്. സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഇന്ന് ഇത്തിരി ലേറ്റായിട്ടുണ്ട് കേട്ടോ എണീക്കാൻ. എന്താ അറിയില്ല, ഇന്നലെ ഭയങ്കര ക്ഷീണവും കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ കാരണം ഉറങ്ങാനും എണീക്കാനും ഒക്കെ വൈകി. പിന്നെ എല്ലാവർക്കും ഓരോരോ അസുഖങ്ങളാണ് കേട്ടോ. ചുമ, പനി, ജലദോഷം എന്നൊക്കെ പറയുന്ന പോലെ. ഇന്നിപ്പോൾ മോൾക്ക് ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ അവൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്ന് ചായ കുടിക്കുകയാണ്. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് മോൾക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളമൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് കുളിച്ചോളൂ കേട്ടോ. രാവിലെ അങ്ങനെ കുളിപ്പിക്കേണ്ട ആവശ്യം വരാറില്ല, ഒറ്റയ്ക്ക് തന്നെ കുളിച്ചോളും. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഞാൻ പോയി യൂണിഫോം എല്ലാം ഒന്ന് തേച്ച് വെക്കുകയാണ്. അതാകുമ്പോൾ മോള് കുളിച്ച് ഇച്ചിരി തണുപ്പിലായിരിക്കുമല്ലോ വരിക. ചൂടുവെള്ളത്തിലാണെങ്കിലും കുളിച്ച് കഴിയുമ്പോൾ നമുക്ക് തണുക്കുമല്ലോ. അപ്പോൾ ആ തണുപ്പോടെ വരുമ്പം ചൂടോടെ യൂണിഫോം അങ്ങ് ഇടാൻ പറ്റുമല്ലോ. ഒരു സുഖമാണല്ലോ അല്ലേ, നമുക്കറിയാമല്ലോ. അതിന് വേണ്ടിയിട്ട് യൂണിഫോം എല്ലാം തേച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവർക്കുള്ള ഫുഡെല്ലാം എടുത്തു വെക്കണം. എല്ലാവരും ഇല്ല കേട്ടോ, അച്ഛനും അനിയനും ഞാനും മാത്രമേ ഉള്ളൂ. പിന്നെ കുഞ്ഞിനും കൊടുക്കണം. അനിയൻ ഇന്ന് കടയിൽ പോകുന്നില്ല കേട്ടോ, അവന് സുഖമില്ല, പനിയാണ്. അപ്പോൾ അവനെ ഇവിടെ നിർത്തിയിട്ട് എനിക്കിനി ഇന്ന് വെള്ളരിക്കുണ്ടും കാര്യങ്ങളൊക്കെ പോകാനുണ്ട്. ഒന്ന് ആശുപത്രിയിൽ പോകണം, ഒന്ന് RT ഓഫീസിൽ പോകണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ അതിനൊക്കെയുള്ള തയ്യാറെടുപ്പായിരുന്നു. രാവിലെ ഫുഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും വിളമ്പി കഴിച്ച് പോകേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. ഉച്ചക്കത്തേക്കുള്ള ചോറാക്കിയിട്ടില്ല. ഇനി വരുമ്പോൾ ഒരു ബിരിയാണിയോ മറ്റോ വാങ്ങാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം തേച്ച് കഴിഞ്ഞ് മോളെ ഒന്ന് ഒരുക്കണം, മുടിയെല്ലാം ഒന്ന് കെട്ടിക്കൊടുക്കണം, ഫുഡൊക്കെ ഒന്ന് കൊടുക്കണം. ഇതൊക്കെയാണ് കേട്ടോ പരിപാടി. അപ്പോൾ ഈ മുടി കെട്ടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ സ്കൂളിലെ കാര്യങ്ങളും ഇന്ന് പഠിച്ച കാര്യങ്ങളും പഠിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ സംസാരിക്കും കേട്ടോ. സംസാരിച്ചുകൊണ്ടാണ് മുടി കെട്ടി കൊടുക്കുക. ഇല്ലെങ്കിൽ പുള്ളി ഒരു തരത്തിൽ സമ്മതിക്കുകയില്ല. ഇങ്ങോട്ട് ചീകുമ്പം അങ്ങോട്ട് മാറും, അങ്ങോട്ട് ചീകുമ്പം ഇങ്ങോട്ട് മാറും. വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അവളെ എന്തിലെങ്കിലും കുറച്ചൊന്ന് അറ്റൻഷൻ കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തിലിരുന്ന് മുടി കെട്ടാം. അപ്പോൾ അതുകൊണ്ട് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് മുടിയൊക്കെ കെട്ടി വെക്കുകയാണ്. എന്നും ഇങ്ങനെ പോണിറ്റെയിലാക്കിയിട്ടാണ് കേട്ടോ കെട്ടുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മുടി കെട്ടുന്നത്. അവളുടെ മുഖത്തിന് ചേരുന്നതും ഇങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ കെട്ടി വെക്കുകയാണ്. ഇനിയിപ്പോൾ ഫുഡ് കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട്. ഫുഡ് കഴിക്കില്ല കേട്ടോ. മുമ്പൊക്കെ ഒരു മടിയില്ലാതെ എന്ത് കൊടുത്താലും കഴിച്ചുകൊണ്ടിരുന്ന കൊച്ച് ഇപ്പം എന്ത് കൊടുത്താലും അവൾക്കത് വേണ്ട. ഇച്ചിരി കഴിച്ച് കഴിയുമ്പോഴത്തേക്കും മടുപ്പായി, വയറുവേദനയായി, അങ്ങനെയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് കഴിച്ചിട്ട് പോയില്ലെങ്കിലും ടെൻഷൻ മൊത്തം നമുക്കാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് കഴിക്കാമെന്ന് വെച്ചാൽ ഇറങ്ങാത്തൊരു ഭയങ്കര ബുദ്ധിമുട്ട് വരും. എന്താണെന്ന് വെച്ചാൽ 12:30 വരെ ഇരിക്കണ്ടേ, ഇനിയിപ്പോൾ കഞ്ഞി കിട്ടണമെങ്കിൽ വിശക്കുന്നുണ്ടാവുമോ, ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും രാവിലെ ഒരു വായെങ്കിലും കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ. അപ്പോൾ അവളെ കഴിപ്പിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ വണ്ടി വരാൻ കുറച്ചും കൂടെ താമസമുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർത്തു എന്നാൽ പിന്നെ പോയി തുണി വിരിച്ചേക്കാം. ഇന്നലെ രാത്രി അലക്കി വെച്ചതാണ് കേട്ടോ. തുണി വിരിച്ചേക്കാമെന്ന് ഓർത്തു. ഇപ്പോഴാകുമ്പം അവനെ അവൾ നോക്കിക്കോളും, കുറച്ച് നേരം അവളുടെ അടുത്ത് ഇരുന്നോളും. ആ സമയം കൊണ്ട് വേഗം തുണി വിരിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം പൊരിഞ്ഞ വെയിലും ആട്ടോ. ഇവിടെ ഭയങ്കരമായിട്ട് വെയിലും വരും, ചൂടും ആവും. പിന്നെ നമുക്ക് തലയ്ക്കൊക്കെ ഭയങ്കര അസ്വസ്ഥതയാവും കേട്ടോ തുണി വിരിക്കാൻ ചെന്നാലും. അതുകൊണ്ട് നേരത്തെ വിരിച്ചിടുകയാണേ. അലക്കിയത് ഇന്നലെ രാത്രി അലക്കി കേട്ടോ. അപ്പോൾ അത് വിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മോള് പോവാറായി, വണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ മോള് പോയിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടോയ്ക്കാണ് കേട്ടോ പോവുക. ഇല്ലെങ്കിൽ ഞാൻ മുമ്പ് സ്കൂട്ടിക്ക് കൊണ്ടുവിടുമായിരുന്നു. മോനുണ്ടായ പിന്നെ ഞാൻ അവളെ ഓട്ടോയ്ക്കാണ് വിടുക. ഇല്ലെങ്കിൽ കൊണ്ടുവരുന്നത് ഭയങ്കര പ്രയാസമാണ് കേട്ടോ. അപ്പോൾ മോൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇനി വെള്ളരിക്കുണ്ട് വരെ പോകണം കേട്ടോ. അപ്പോൾ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ടുണ്ട്, മരുന്നൊക്കെ വാങ്ങി. ഇനിയിപ്പോൾ RT ഓഫീസ് വരെ ഒന്ന് പോകണേ. അപ്പോൾ എൻ്റെ കുറച്ച് RC സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. പെട്ടെന്ന് തന്നെ തീരുമെന്ന് ഓർക്കുന്നു. മോൻ എണീറ്റിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, അനിയും വിളിച്ചില്ല ഇതുവരെ. അപ്പോൾ RT ഓഫീസിലേക്ക് പോവാണ്. അങ്ങനെ പോയി കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. വരുന്ന വഴി ഒരു വത്തക്ക വെള്ളം കുടിച്ചു, മോനൊരു ഓറഞ്ച് ജ്യൂസും വാങ്ങി, 2 ബിരിയാണിയും പാഴ്സൽ വാങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നപാട് മോന ജ്യൂസ് കൊടുക്കുകയാണ്. എന്ത് ചെയ്താൽ പുള്ളി കുടിക്കൂല കേട്ടോ. ഒരു സാധനം ഇങ്ങനത്തെ ഒന്നും വേണ്ട. എന്തെന്നറിയില്ല, സുഖമില്ലാതായാൽ പിന്നെ ഭയങ്കര ഓക്കാനമാണ്. എന്ത് ഫുഡ് കണ്ടാലും ഓക്കാനോ.
അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ച് കൊടുത്ത് കുടിപ്പിക്കുക കേട്ടോ. അങ്ങനെ കുടിച്ചു എല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ ബിരിയാണി തിന്നാനുള്ള തുടക്കത്തിലാണ്. എനിക്ക് ഒരിക്കലും മടുക്കാത്തൊരു ഭക്ഷണം കേട്ടോ ഈ ബിരിയാണി. അത് 3 നേരമല്ല 4 നേരം തന്നാലും തിന്നാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. എന്നും വാങ്ങുന്ന ഹോട്ടൽ വിട്ടിട്ട് ഇന്ന് പുതിയ ഒരെണ്ണം ട്രൈ ചെയ്തേ. നല്ല പള്ളിയിലൊക്കെ കിട്ടുന്ന ചോറില്ലേ, അങ്ങനത്തെ നല്ല ചോറും നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ ആസ്വദിച്ച് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രുചിയുണ്ടെന്ന് കേട്ടോ ഞാൻ നിങ്ങളോടാണ് പറയുന്നത്. അപ്പോൾ ഇതാ മോനും കൊടുക്കുക കേട്ടോ ഒരു വാ. അവനിഷ്ടമാണ് കേട്ടോ ഈ നെയ്ച്ചോറ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഒരുപാട് കഴിക്കുന്നല്ല, ഒരു 2 വായെങ്കിലും അത് കഴിക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണത്. പിന്നെ മസാലയൊക്കെ കൂട്ടി തന്നെയാണ് കൊടുത്തത്. അവന് ഇച്ചിരി എരിവും ഇതൊക്കെ ഇരിക്കുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ട് അങ്ങനെയാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് ബിരിയാണി എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇതാ പശുവിന് ഇച്ചിരി വെള്ളം കൊടുക്കുക കേട്ടോ. വേറെ പണികളൊന്നും പശുവിനെ സംബന്ധിച്ച് എനിക്കില്ല. ഈ ഉച്ച കഴിഞ്ഞ് ഈ വെള്ളം കൊടുക്കൽ ഒരു പതിവാണ് കേട്ടോ. ഇപ്പോൾ ഈ പൊരിഞ്ഞ വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഷീറ്റിൻ്റെ അടിയിലാണ് പശു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര ദാഹമായിരിക്കുമല്ലോ. അപ്പോൾ ഇതാ പശുവിനുള്ള വെള്ളമെല്ലാം പിടിച്ച് കൊടുക്കുന്നുണ്ട്. വൈകുന്നേരം ആയപ്പോൾ അമ്മ വന്നു. അതിനുശേഷം ഞാനിത് അടിച്ചു വാരുകയാണ് കേട്ടോ. ഈ സമയത്തൊക്കെ മോൻ അകത്ത് മോളുമായിട്ട് നല്ല കളിയില്ല കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുകയാണ്. ഇല കണ്ടമാനം വീഴും കേട്ടോ. ഈ മുറ്റത്ത് മാത്രമേ ഉള്ളൂ ഇല വീഴുന്നത്, മുൻഭാഗത്തൊന്നും അങ്ങനെ ഇല വീഴാറില്ല. അതുകൊണ്ട് ഇവിടെ മാത്രം അടിക്കാനൊക്കെ ഒത്തിരി ഉണ്ടാവും കേട്ടോ. പിന്നെ പശുവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും കച്ചിയും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ മാത്രമേ എന്നും അടിക്കേണ്ടി വരാറുള്ളൂ. ഇതൊരു ചക്ക പറിച്ച് നോക്കിയതാണ് കേട്ടോ, പക്ഷെ അത് മൂത്തിട്ടില്ല, ചള്ളായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല, അതങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ പശു വന്ന് കൂട്ടി കയറി കേട്ടോ. താനെ വന്ന് കയറും കേട്ടോ. ഒന്ന് വിളിച്ചാൽ മതി, അന്നേരത്തേക്ക് താനെ വന്ന് കയറും. ഇതിപ്പോൾ അമ്മ പോയി പറഞ്ഞു വിട്ടതാണ് ഇവിടുന്ന്. അപ്പോൾ അമ്മ പുറകെ വരുന്നുണ്ട്. അപ്പോൾ അമ്മ പശുവിനുള്ള വെള്ളം കലക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ പശുവൊക്കെ കൂട്ടി കയറി പാലൊക്കെ കറന്നിട്ടുണ്ട്. ഇനി പാലും കൊണ്ട് പോവുകയാണ്. പാലും കൊണ്ടൊക്കെ പോയിട്ട് വന്നിട്ട് വേണം ഇനി കുളിക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ. അങ്ങനെ പാലും കൊണ്ട് പോയി വന്നതിന് ശേഷം ബാക്കി കഞ്ഞി പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ കുറച്ച് നേരം സീരിയൽ കാണാനിരിക്കുവേ. ആ സമയത്താണ് ഞാനും അമ്മയും ഇന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്തേ ഞങ്ങൾക്ക് സമയം കിട്ടുള്ളൂ കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പോയി കുളിച്ച് വന്ന് ആ തുണി മടക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ ഈ തുണി മടക്കലും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കിടക്കാൻ പോവാണ്. അപ്പോൾ രാത്രിയാട്ടോ തലയൊക്കെ കുളിച്ചത്. തല കുളിക്കാതെ രാവിലെ അതിലേക്ക് പോയി വന്നിട്ട് ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ തുണിയൊക്കെ മടക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ പോയി കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി കാണുന്നവരേക്കും ബായ്.